ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ബോർഡിൽ ഒരു അടിപൊളി ചോദ്യമാണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന അതേ മോഡൽ ചോദ്യമാണ്. അപ്പൊ എന്റെ കുട്ടിക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം വായിച്ചിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. താഴെ കൊടുത്തതിൽ ഏതൊക്കെയോ നമ്പേഴ്സുകൾ കൊടുത്തിട്ടില്ല അല്ലെ, അവിടെ കാണാനില്ല. അപ്പൊ ആ നമ്പേഴ്സുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു കുച്ചു തീവണ്ടി പൊക്കോണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ തീവണ്ടിയിൽ ട്രെയിനിലൊക്കെ നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് മുകളിൽ പോകുന്ന ആ ഒരു തീവണ്ടിയിൽ കുറെ നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ കുറെ ബോഗികളിൽ നമ്പേഴ്സ് കാണുന്നില്ല. ആദ്യത്തെ ബോഗിയിൽ നോക്കിക്കേ, 99, 100, 101 അല്ലെ, 100 not 1, 101. അപ്പൊ 99, 100, 101. അപ്പൊ 101 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 102 ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അടുത്ത ബോഗിയിൽ എത്തിയപ്പം വേറെ നമ്പർ ആയിട്ട് മാറി. സോ ഇനിയുള്ള മിസ്സിംഗ് നമ്പേഴ്സുകൾ എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച് തരണം. സോ എന്റെ നേരെ പുറകില് ഒരു കുഞ്ഞു ബോഗിയുണ്ട്. ഞാൻ എങ്ങോട്ടേക്കാണ് മാറേണ്ടത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കടാ. അതിന്റെ സെന്ററിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 121, 121. അപ്പൊ അതിന് തൊട്ട് മുൻപിലുള്ള നമ്പർ ആരായിരിക്കും? അതിന് നേരെ പിന്നിലുള്ള നമ്പർ ആരായിരിക്കും എന്നുള്ള നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ. 121 തൊട്ട് പിന്നിലുള്ള നമ്പർ ആരായിരിക്കും? 121 തൊട്ട് പിന്നിൽ ആരായിരിക്കും? 120 ആയിരിക്കും അല്ലേ, 120. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എഴുതി കൊടുക്കാം. അവിടെ വരുന്ന ആൻസർ എത്രയായിരിക്കും? 120. സിമ്പിൾ ആയിട്ട് കിട്ടിയേ 120. ഓക്കെ, ഇനിയോ 120, 121. അടുത്തത് ആരാണ്? 122 ആയിരിക്കും. 122. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? ആ ഒരു ബോഗിയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റി. എന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഒരു ബോഗിയും കൂടെ ഉണ്ടല്ലേ ഈ ഒരു സൈഡില്. നോക്കടാ, 150, 151. പക്ഷെ നേരെ മുൻപിലുള്ള ഒരു നമ്പർ മിസ്സിംഗ് ആണ്. സോ ഈ ഒരു ഇതിപ്പം ട്രെയിന് മാറിയിട്ട് കുഞ്ഞു ലോറി ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ ഇവിടെ. ഓക്കെ, നമുക്ക് ലോറി എങ്കിൽ ലോറി. അപ്പൊ ആ ലോറിയിൽ 3 കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിച്ചോ. അതില് ഒരെണ്ണത്തിന്റെ നമ്പർ 150 ആണ്, അടുത്തത് 151 ആണ്. തൊട്ട് മുൻപിൽ ആരായിരിക്കും? ഏത് നമ്പർ കഴിഞ്ഞാലാണ് 150 വരിക? 149 അല്ലേ, 149. അപ്പൊ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം, ഇവിടെയുള്ള നമ്പർ 149 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു നമ്പറാണ് ഈ മിസ്സിംഗ് നമ്പേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടി. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിൽ ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. അപ്പൊ അതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ എന്താണ് അതെ ഇവിടെ ഉള്ള ഒരു കുഞ്ഞു നമ്പറിന്റെ പാറ്റേൺ. അപ്പൊ നോക്കിക്കേ, 110. അടുത്ത നമ്പർ ആരാണ്? 120. നെക്സ്റ്റ് നമ്പർ 130. നെക്സ്റ്റ് നമ്പർ ആരായിരിക്കും? ഇവിടെ 10 വെച്ച് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടി വരികയാണ്. അപ്പൊ 130 കഴിഞ്ഞാൽ അടുത്തത് 140 ആയിരിക്കും. അടുത്ത നമ്പർ 150 ആയിരിക്കും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, കഴിഞ്ഞില്ല. ഏറ്റവും താഴെ ഒരു കുഞ്ഞു പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. 160, 150, 140. ഇത് നമ്മൾ കൂടി വരുന്ന പോലെയാണോ തോന്നുന്നത്? അല്ല, കുറഞ്ഞാണ് പോകുന്നത് അല്ലെ. 160 നിന്ന് 150 50 നിന്ന് 140 ദെൻ അടുത്ത 2 നമ്പേഴ്സ് ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് ആൻസർ കിട്ടുന്നുണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ലൈവിൽ വന്ന് പറയണം. സോ ഇന്ന് കൃത്യം 7:30 എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളുടെ മെഗാ മാരത്തോൺ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളുമായിട്ട്, അതും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന അതുപോലെയുള്ള അതേ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് മെഗാ മാരത്തോൺ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.